അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. നമ്മുടെ പപ്പ പൂർണ്ണ ആരോഗ്യവാനായിട്ടുണ്ട്. നമ്മുടെ പരിചരണവും നല്ല ഫുഡും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല മിടുക്കനായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പ്രത്യേകമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. കർക്കിടക മാസമാണ്. നമുക്ക് വാതപിത്ത കഫ ദോഷങ്ങളൊക്കെ അധികരിക്കുന്നൊരു സമയമാണ്. വാതരോഗികൾക്കൊക്കെ ശരീരത്തിനൊക്കെ അതിഭയങ്കര വേദനയും ബുദ്ധിമുട്ടുകളും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരും നടുവേദനയും ശരീരവേദനയൊക്കെ ഉള്ള നീർക്കെട്ടൊക്കെ ഉള്ളവർ ഈ ഒരു വീഡിയോ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പതുപോലെ പോകാം. ഇതാ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ദോശമാവ് ഇരിപ്പുണ്ട്. പാലൊക്കെ അവിടെ ഇരിക്കും. പാല് കണ്ട ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ ഇവർക്ക് ഞാൻ ചായ ഇട്ട് കൊടുത്ത്. നമുക്ക് ഇച്ചിരി കട്ടനെടുക്കും. ഇച്ചിരി ചമ്മന്തി അരക്കടാ. അതോ സാമ്പാർ വേണമെങ്കിൽ സാമ്പാറും കൂട്ടിട്ട് ചമ്മന്തി വേണമെങ്കിൽ ചമ്മന്തി. സാമ്പാർ ഇരിപ്പുണ്ട്, എല്ലാം ചൂടാക്കി. നോക്കത് നല്ലതാണെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ചമ്മന്തി ആയിരിക്കാം കേട്ടോ. വിളിക്കാം. പിന്നെ ഇച്ചിരി അവിയലും വെക്ക്, മീനുമൊക്കെ കറി വെക്ക്, എല്ലാം വെണ്ടയ്ക്ക മെഴുക്കുരട്ടി വെക്ക്. ഓക്കെ, ഇയാടെ യുക്തിക്ക് അനുസരിച്ച് എല്ലാം ചെയ്യും. ഓക്കെ ഓക്കെ ഓക്കെ, അതിന് കുഴപ്പമില്ല. ശരി ശരി. തേങ്ങ ഒക്കെ ഇച്ചിരി തിരുമ്മി വെച്ചിട്ട് ഓക്കെ. ഓ ചെയ്തോളാം. പിന്നിപ്പം ആരെങ്കിലും വരുവാന്നെങ്കിലല്ലേ ഉള്ളൂ. ഉമ്മായും ഞാനും വരുവല്ലേ ഉള്ളൂ. പിന്നെ ആരെങ്കിലും വരും. ഓക്കെ, ശരിയടാ ശരിയടാ. അപ്പം നമ്മുടെ ഉമ്മക്കുട്ടി ദോശയൊക്കെ ചുട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സാമ്പാർ ചമ്മന്തി ഇന്ന് തന്നെ കഴിക്കുക. ഇന്നലെയൊക്കെ ഞാൻ വെച്ച് കൊടുത്ത് ഇന്ന് തന്നെ ഇരുന്ന് കഴിക്കുക. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ചിട്ട് ഞാൻ കുറച്ച് ഇലമരുന്നുകൾ, കാരണം ഇപ്പോൾ കർക്കിടക മാസമല്ലേ, അതും പ്രത്യേകിച്ച് ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ കിടന്ന് വന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെയുള്ളവരെന്നല്ല എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശരിക്കും ശ്രദ്ധിച്ച് കാണുക കേട്ടോ. ഇതാണ് വെള്ളരിക്ക്, ചിറ്റരിക്കും ഉണ്ട് വെള്ളരിക്കും ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ കിഴി കെട്ടാൻ, നമ്മുടെ ശരീരവേദനയെ മാറ്റാൻ വേണ്ടിയിട്ട് കിഴി കെട്ടാൻ, ഞാൻ കിഴി കെട്ടുന്ന വീഡിയോ കർക്കിടക മാസത്തിൽ കഴിഞ്ഞ കർക്കിടകത്തിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അടിപൊളിയാണ്. നമ്മുടെ മുട്ടുവേദന, നടുവേദന ഇതെല്ലാം മാറും. ഇതാണ് വാദം കൊല്ലി എന്ന് പറയത്തില്ലേ, അതാ സംഭവം. ഇതുണ്ട്. ഇതാണ് വാദം കൊല്ലി. നല്ലതാണ്. ഇത് ശരീരവേദനയ്ക്ക് നല്ല ഒന്നാം തരമാണ്. ഇതിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ചാൽ നല്ല ശരീരത്തിന് നല്ല ഉഷാറായിരിക്കും. വാദം കൊല്ലി എന്നാണ് ഇതിന് പറയുന്നത്. കണ്ട, ഈ വാദം കൊല്ലിയുടെ ഇല ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് കുളിച്ചാൽ വാതരോഗികൾക്ക് നല്ല ശമനം കിട്ടും. ശരീരവേദന ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മുടെ ക്ഷീണമൊക്കെ മാറും, ശരീരവേദനകളെല്ലാം മാറും. ഇതാണ് പാണൽ. കണ്ടോ, പാണലെന്ന് പറയുന്ന ചെടി ഇതാണ്. കണ്ട, കുറ്റിപ്പാണലെന്നാണ് ഇതിന് പറയുന്നത്. ഇതാ കുഞ്ഞു 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 പൂക്കളും ഇതുമൊക്കെ ആയിട്ടാണ്. ഇത് പാദം കൊല്ലി, ഇത് പാണൽ. ഈ പാണലിൻ്റെ ഇലയിട്ട് എണ്ണ കാച്ചി തേച്ചാൽ തന്നെ നല്ല ആശ്വാസമാണ്. നമ്മുടെ വേദനകളൊക്കെ മാറും കേട്ടോ. അതാണ്ടതാ, ഇതാണ് പാണൽ മരമാണ്. ഇതാ കുറ്റിച്ചെടി പോലെ ഇത് നിൽക്കുന്നത്. ഇതാ കണ്ട പാണൽ, കണ്ട, ഇതാണ് പാണൽ. കുറ്റിപ്പാണൽ എന്ന് പറയുവേ, പാണലാണ്. ഞാൻ കാണിക്കാം. അതൊരു മരം പോലെ, ഒരു കുറ്റിച്ചെടി പോലെ ആയിട്ടുണ്ട്. നമ്മുടെ ഈ പാണലെന്ന് പറയുമ്പം പലരുടെയും ഗൃഹാതുരമായ ഓർമ്മകളിലെ ഒരു പച്ചപ്പല്ലേ. കാരണം സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇത് ഒരുപാട് കെട്ടിയൊക്കെ ഇട്ടിട്ട് പോകുന്നതാണ് അടി കൊള്ളാതിരിക്കാനൊക്കെ. അതുപോലെ തന്നെ ഇതിൻ്റെ ആ വടി വെച്ചിട്ട് ഒരു അടി കിട്ടിയാലുണ്ടല്ലോ മരിക്കുന്നവരെ മറക്കത്തില്ല. എൻ്റെ സുലുക്കുട്ടൻ്റെ കൊച്ചിലെ അവന് കുസൃതികൾ കാണിക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ വടിയാണ് എടുത്തുകൊണ്ട് വരുന്നത്. കാരണം ഇത് വളച്ചാലും ഒടിച്ചാലും ഒന്നും ഒടിയത്തില്ല. ഇത് വെച്ചിട്ട് ഒരു അടി കിട്ടിയാൽ മരിക്കുന്നവരെ നമ്മൾ മറക്കത്തുമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഇല ചതച്ചിട്ടിട്ട് നമ്മൾ എണ്ണ കാച്ചി പുരട്ടിയാൽ വ്രണങ്ങൾ പെട്ടെന്ന് കരിയും. ചൊറി ചിരങ്ങ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെല്ലാം പെട്ടെന്ന് മാറും. അതുപോലെ തന്നെ കണ്ണ്
തട്ടാതിരിക്കാൻ ഇതിൻ്റെ ഇല ഒരല്പം എടുത്ത് വെച്ചിട്ടാണ് പണ്ട് ദണ്ടാ അതിൻ്റെ ആ ഒരു പിന്നെ കായ കണ്ടോ, അത് അത് പൂവാണ് കേട്ടോ. കായ പഴുക്കുമ്പോൾ നല്ല റോസ് കളറാണ്. ഞാനിതെടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ, നല്ലതാണ്. പിന്നെ എൻ്റെ അമ്മായിയമ്മ ഇത് കാന്താരി മുളകിന് അടിവളമായിട്ട് ഇഷ്ടംപോലെ ഇതിടുന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ വള്ളിപ്പാട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഈ പാണലും ഒരു സൈഡ് മൊത്തം പാണലാണ്, ഒരുപോലെ വെട്ടി നിർത്തിയിട്ടുണ്ട്. ഒരു സൈഡ് മൊത്തം ഈ വാദം കൊല്ലി. വീടിൻ്റെ പുറകിലേക്ക് പോയ വലിയ മരങ്ങളായിട്ടാണ് കരിനൊച്ചിയും വെള്ളനൊച്ചിയും നിൽക്കുന്നത്. 25 വർഷത്തിന് മുമ്പ് 100 രൂപ 150 രൂപ ഒക്കെ തന്നിട്ടാണ് ഈ കരിനൊച്ചിയും വെള്ളനൊച്ചിയൊക്കെ ആയുർവേദ ഔഷധശാലക്കാർ വന്ന് പറിച്ചുകൊണ്ട് പോകുന്നത്. വാദം കൊല്ലിയുടെ ഇലയാണേ. വാദം കൊല്ലിയുടെ ഇല അതേണ്ടത് അതിൻ്റെ തണ്ട് കണ്ടോ, നല്ല ഒരു വയലറ്റ്, ഡാർക്ക് വയലറ്റ് കളറാണ് കണ്ടോ. ഞങ്ങൾക്ക് ഇത് അറിഞ്ഞുകൂടായിരുന്നു പണ്ട്. ഞങ്ങളുടെ വള്ളിപ്പാട്ട് വീടിൻ്റെ ആ വേലിക്ക് മൊത്തം ഇതാണ് കണ്ടത്. ഇങ്ങനെ ടക്ക് ടക്കെന്ന് ഇങ്ങനെ ഓടിക്കും. സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുമ്പോഴേ അയലത്തുകാരൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ സംസാരിക്കുമല്ലോ ഉച്ചയ്ക്കൊക്കെ ഊണുമൊക്കെ കഴിഞ്ഞിട്ട്. അന്നേരമൊക്കെ ഇങ്ങനെ അതിൻ്റെ അവിടെ നിന്നിട്ട് അതൊക്കെ ഓരോന്നിങ്ങനെ പൊട്ടിച്ച് നല്ല രസമാണ്. ടക്ക് ടക്കെന്ന് സൗണ്ട് കേൾക്കും കണ്ടോ. ഇത് വാദം കൊല്ലിയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, അന്ന് പേരറിയില്ലായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. ഇത് നമ്മുടെ കരിനൊച്ചി ഇല്ലാത്തൊരു സംഭവം ഇല്ല കേട്ടോ. കരിനൊച്ചിയാണ് ഏറ്റവും രാജാവ്. ഇതാണ് പാണലിൻ്റെ ഇല. ഇതും ഈ പറഞ്ഞതുപോലെ പള്ളിപ്പാട്ട് ഞങ്ങളുടെ ഈ വേലിയുണ്ടല്ലോ, വേലി ഭാഗം അന്നൊന്നും വേലി കെട്ടത്തില്ല, ഇതങ്ങ് നിറയെ വെച്ച് പിടിപ്പിച്ചിരിക്കുക. കരിനൊച്ചി ഇതേണ്ട ഈ പിന്നെ വാദം കൊല്ലി പള്ളിപ്പാട്ട് വീട്ടിൽ ആ വാതിൽ മുഴുവൻ ഇതല്ലേ. ഇത് തന്നെ അത് കൊച്ചുമോനാണെ അത് ഒന്നുപോലെ വെട്ടി നിർത്തിയിരിക്കുക. കുറ്റിപ്പാണൽ ഇഷ്ടം പോലെ. ആ എരുത്തിലിൻ്റെ ഭാഗം നമ്മുടെ പറമ്പ് ഇപ്പോഴും ഉണ്ട്, നിറയെ ഉണ്ട്. ഏറ്റവും ഔഷധ ഗുണമുള്ള സംഭവമാണ് ഈ കുറ്റിപ്പാണൽ. ചൊറി, ചെരങ്ങ്, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള വേദനകൾ, ഞരമ്പിൻ്റെ അകത്തുള്ള ബുദ്ധിമുട്ടുകൾ വരെ മാറുന്നതാണ് ഈ പിന്നെ നമ്മുടെ കുറ്റിപ്പാണൽ. ഇതിട്ട് എണ്ണ കാച്ചി, ഇതിൻ്റെ ഇല ചതച്ചിട്ട് എണ്ണ കാച്ചി ദേഹത്ത് തേച്ച് കുളിച്ചാൽ ശരീരത്തിൻ്റെ വേദനകൾ, അസ്ഥിയുടെ അത് അവർ മാവിൻ്റെ വീട്ടിലെല്ലാം പിഴുതു കളഞ്ഞു. ഞാനിപ്പോൾ ആ സൈഡിൽ നിന്നൊരു മൂടുണ്ടായിരുന്നു. പള്ളിപ്പാട്ട് ഇഷ്ടം പോലുണ്ട്. ഞാൻ ഇവിടെ ശാലുവിനെയും കൊണ്ട് കുഞ്ഞുനാളിലേ എവിടോട്ടെങ്കിലും പോകുമ്പോൾ പള്ളിപ്പാട്ട് ഉമ്മ ഇതിലെ ഒരു ഇല വെച്ചിക്കൊണ്ട് വരും. നൈസ് ഒരു കുഞ്ഞ് ഇല വെച്ചിക്കൊണ്ട് വന്നിട്ട് ഡ്രസ്സിനകത്തിട്ട് തരും, കണ്ണ് കിട്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഇതാണ് വാദം കൊല്ലി. അപ്പം ഇതിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് പപ്പായ കുടിപ്പിക്കാൻ പോവുക. ഉമ്മ ചോദിച്ച കേട്ടോ, അമ്മ എണ്ണയോ കുഴമ്പോ വല്ലതും വേണോ തേച്ച് തരട്ടെ എന്ന്. ഞാൻ പറഞ്ഞ് കർക്കിടക മാസമാണ് നല്ലതാ. അപ്പോൾ അതാണ് നമ്മുടെ പാണല്, കരിനൊച്ചി, വാദം കൊല്ലി എല്ലാം ഇട്ടിട്ടുണ്ട്. ഇവനെ അങ്ങോട്ട് തിളപ്പിച്ച്, വാദം കൊല്ലിയൊക്കെ ഇട്ട് തിളപ്പിച്ച് വെള്ളത്തിൽ കുളിച്ചാണ്ടല്ലേ വാദമൊന്നും നമുക്ക് വരുത്തില്ല. ഇപ്പം ഈ പിന്നെ ഹോസ്പിറ്റലിൽ കിടന്നവർക്ക് മാത്രം ഞാനിത് കാണിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ കർക്കിടക മാസവും കൂടാണ്, ആർക്കും ചെയ്യാവുന്നതാണ്. ഇങ്ങനെയൊക്കെയുള്ള പച്ചിലകളൊക്കെ ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഇതാണ് വാദം കൊല്ലി കണ്ടോ. വാദം കൊല്ലിയൊക്കെ ഞാൻ ആ ഞെടുപ്പോടെ ഇട്ടത് വേവട്ടെ, നന്നായിട്ട് വെന്തിറങ്ങിയിട്ട് ഞാൻ അതിൻ്റെ ആ ഞെടുപ്പങ്ങ് കളയും. അപ്പോൾ അതിൻ്റെ ആ സത്ത് മൊത്തം ഇറങ്ങുമല്ലോ. എന്നിട്ട് നമ്മൾ ഇച്ചിരി കുഴമ്പോ എണ്ണയോ ഒക്കെ ദേഹത്ത് തൂത്ത് ഒരു 10-15 മിനിറ്റ് ഇരുന്നിട്ട് ഇതുപോലുള്ള ഈ ഇരകളൊക്കെ ഇട്ട് തിളപ്പിച്ച് വെള്ളം വെട്ടി തിളപ്പിച്ചെടുത്തിട്ട് ഇത് അങ്ങോട്ട് ചൂടോടെ കോരി ഒഴിക്കണം നമ്മുടെ ദേഹത്ത്. നല്ല സുഖമാണ് കേട്ടോ. ഒരു വർഷത്തേക്കുള്ള നമ്മുടെ ശരീരത്തെ പുനരുജ്ജീവിപ്പിക്കുന്ന സംഭവമാണിത്. ഇപ്പം നമുക്കിപ്പം എന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ ഒരു അളവ് കുറഞ്ഞു എന്നുള്ളതല്ലാതെ വേറെ ഒരു കുഴപ്പവും ഇല്ല. തമ്പുരാൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ട് നമ്മളിങ്ങനെയെല്ലാം ചെയ്യുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം നമുക്ക് നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നത്. പനി വന്നു, ഓക്സിജൻ്റെ അളവ് ഒരു അല്പം കുറവ് വന്നതേ ഉള്ളായിരുന്നു. അല്ലാത്ത ഒരു മറ്റുള്ള യാതൊരുവിധ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ, ഒന്നും വരാതിരിക്കട്ടെ. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ, പറ്റുന്നവരൊക്കെ. ഇതാണ് പാണൽ, പിന്നെ നമ്മുടെ വാദം കൊല്ലി, കരിനൊച്ചി. ഇന്നിതാണ് നമ്മുടെ താരം. നമ്മുടെ പച്ചിലകളൊക്കെ ഇട്ട് വെള്ളം വെട്ടി തിളപ്പിച്ച് വരുമ്പോഴേക്കും പപ്പയെ മുടിയും താടിയൊക്കെ ഒന്ന് വെട്ടാൻ വേണ്ടി കുറേ ദിവസം ഹോസ്പിറ്റലിൽ കിടന്നതല്ലേ, അപ്പോൾ ഇതെല്ലാം ഒന്ന് വെട്ടാൻ വേണ്ടിയിട്ട് ഒരു പയ്യൻ വന്നിട്ടുണ്ട്. സാധാരണ ഇങ്ങനെ മുടിയൊക്കെ വെട്ടി ഡൈയൊക്കെ അടിക്കുന്നതാണ്, ഇതെന്താവുമെന്ന് അറിയില്ല. പപ്പയുടെ കൂട്ടുകാരനാ. എപ്പോഴും പപ്പ പറഞ്ഞ് ജോർജ് കൂട്ടി.
എന്താ മോനെ സൈഡ് ആ മതി മതി മതി, ഒത്തിരി വെട്ടിക്കളയണ്ട, ഒത്തിരി വെട്ടണ്ട, അത്രയും മതി. മലയാളം അറിയുവോ? പൊടിച്ചാ മലയാളം അറിയാടാ? ആണല്ലേ? ഷിയാസ് ഞാനും ചിരിച്ചു മരിച്ചു. ഷിയാസിനെ ഇട്ട് കൊറേയൊക്കെ പറഞ്ഞ് ഞാനും അവനും ചിരിച്ചു മരിച്ചു. എത്ര വർഷമായി ഇവിടെ കേരളത്തിൽ വന്നിട്ട്? 1 year. മലയാളമൊക്കെ നന്നായി പഠിച്ചോ? മച്ച പപ്പാടാ മുടി വെട്ടുന്നത് ഈ പുള്ളിയാണോ? നിങ്ങൾ ഈ മോന്റെ അടുക്കലാണോ പോകുന്നത്? അല്ല. ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങളുടെ ഭാഷ. ഹിന്ദിക്കാരനാ? ബാക്ക് പിന്നെ പഠിക്കണം. വൃത്തിയായിട്ട് ചെയ്യ്. താടിയുടെ ഒരുപാട് ഉള്ളു കുറയ്ക്കണ്ട കേട്ടോ മോനെ. ടച്ച് ചെയ്ത് ആ താഴ്ഭാഗമൊക്കെ ഒന്ന് റെഡിയാക്കി. വെള്ളം ചൂടാക്കി 11 മണിക്ക് ഇട്ടതാ കുളിപ്പിക്കാന്. ഷിയാസ് ഖാൻ ഇച്ചിരി ഒന്ന് നടക്കി. ഷിയാസ് പോകാനായിട്ട് അവധിയതാ. ഷിയാസ് പോവാണോടാ? എന്തോ കുഞ്ഞ പറഞ്ഞ ഡ്രിം ചെയ്ത് കളയുന്നോ? കൊള്ളാം, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. 4 നമ്പർ. അന്നേരം മൊത്തം വെള്ളയാവും. അയ്യോ, രാവിലെ അവിയൽ വെക്കാനുള്ള പുറപ്പാടിലാണ്. അവിയൽ. ഓ, എന്താ പാടി അമ്മച്ചിയാ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ കളർ നോക്കിക്കേ. ആണോ? എവിടുന്ന്? ബാംഗ്ലൂരിൽ നിന്നോ? അന്ന് പോയപ്പോ മേടിച്ചാണോ? ആഹാ, സുന്ദരി മണി സുന്ദരി. ആര്? ചേച്ചി പറഞ്ഞു. ആരെ? മോളെയാണോ വിളിക്കുന്നത്? അതെ. രാവിലെ ഏതാണ്ട സൂപ്പർ അവിയലൊക്കെ വെന്തു. ഇനി മാങ്ങയൊക്കെ അരിഞ്ഞിട്ടിട്ട് നമ്മുടെ മീൻ തേങ്ങ അരച്ച് വെക്കാൻ പോവാണ് നമ്മുടെ ഉമ്മമോള്. പച്ചക്കറി വെക്കുകയാണ്. ഇവിടെ പറയുന്ന തേങ്ങ അരച്ച് നമ്മൾ ഇങ്ങനെ കറി വെക്കത്തില്ലേ, അതിന് പച്ചക്കറി വെക്കുക എന്നാണ് പറയുന്നത്. പച്ചക്കറി റെഡിയാക്കുന്ന നമ്മുടെ ഉമ്മമോളെ കണ്ടോ. ഞാൻ എപ്പോഴും കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരു ഫോട്ടോ, ഫാമിലി ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട്. എപ്പോഴും കണ്ടോണ്ടിരിക്കുക എൻ്റെ മക്കള് എല്ലാം കാണാന്. പച്ചമാങ്ങ എല്ലായിടവും തീർന്നില്ലേ? ഇപ്പോഴും എൻ്റെ ഫ്രിഡ്ജിൽ നല്ല കരിമുരാന്ന് കണ്ടോ, കരിമുരാന്ന് ഇല്ലേ ഉമേ?
ഞാൻ വേറൊരു പരീക്ഷണം നടത്തി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ മക്കളുടെ അടുക്ക ചെന്നേച്ച് കാണിച്ചു തരാം. ഞാൻ ചെയ്തത് വിജയിച്ചോ എന്നുള്ളത് അന്നേരമല്ലേ അറിയത്തുള്ളൂ. ഉണ്ടോ വിജയിപ്പിക്കുമെന്നറിയാം. ഉണ്ടോ ഉമ്മക്കുട്ടി വേണ്ട പച്ചമുളകൊക്കെ എങ്ങനെ അരിഞ്ഞ് തള്ളുകയാണ് സുഹൃത്തുക്കളെ, തള്ളുകയാണ്. അയ്യോ ഇങ്ങനൊക്കെ അത് ചിരിക്കാൻ പറ്റിയത് തന്നെ. അയ്യോ അതെ എൻ്റെ മോളെ സത്യവാടി. അയ്യോ നീ ഒറ്റയ്ക്ക് കിടന്ന് അനുഭവിച്ചത് ഒന്നുമല്ല. ഇത്രയും ജനങ്ങൾ നമുക്ക് ഇല്ലയോ, കൂടപ്പറപ്പുകളും ബന്ധുക്കളും സകല എണ്ണവും വരുകയും പോവുകയും ഒക്കെ ചെയ്യും നമുക്ക് എല്ലാ സഹായത്തിനും. അപ്പൊ അതാണ്ട് നമുക്കിതാ ഇന്നലത്തെ ഇച്ചിരി മുളക് കറിയുണ്ട്, ഞാൻ തിളപ്പിച്ച് വെച്ചതാടാ, എന്നാലും ഒന്നുകൂടെ ഒന്ന് ചൂടാക്കാം. അപ്പൊ അതാണ്ട എന്താ നമ്മുടെ ഉമ്മക്കുട്ടിക്ക് വലിയ തവിയൊക്കെ ഉണ്ട് കേട്ടോ. വരുമ്പോ മാത്രം എടുക്കുന്നതാ ഈ തവി. ഉണ്ടോ ചിരട്ടത്തവി. പിന്നല്ല അതെ ഇരിക്കട്ടെ. ഇച്ചിരി കൂടെ വേണം, കാരണം ഇവർക്ക് രണ്ടുപേർക്കും ഉമ്മായിക്കും ഇച്ചിരി വേണം. ഞാൻ പോട്ടെ. മര്യാദക്ക് ആ കരിമങ്ങല്ലി അത് മാറ്റിക്കോണം. ഞാൻ കുറച്ചും കൂടെ തന്നു വിടാം കേട്ടോ. തൈരും കടലമാവും പിന്നെ ഇച്ചിരി മഞ്ഞപ്പൊടിയും ഇതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ കുഴച്ചിട്ട് കേട്ടോ. അങ്ങോട്ട് രാത്രി കിടക്കുന്ന സമയത്തിന് മുമ്പേ ഇട്ടിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കഴുകി കളഞ്ഞു. സന്ധ്യയാകുമ്പോൾ ഇട്ടാലും മതി കേട്ടോ. ഞങ്ങളുടെ മീൻകറി തിളച്ചോണ്ടിരിക്കും. ഇതാണ് ഇവിടെ പച്ചക്കറി എന്ന് പറയുന്നത് കേട്ടോ. തേങ്ങ അരച്ച് മാങ്ങായും പച്ചമുളകും ഒക്കെ ഇട്ട് വെക്കുന്ന, കരിയാപ്പലയൊക്കെ ഇട്ട് വെക്കുന്ന മീൻകറിക്ക് നമ്മുടെ ഇവിടെ ആലപ്പുഴ ഹരിപ്പാട് ഭാഗത്തൊക്കെ പറയുന്നത്, ഇനി എല്ലായിടത്തും എന്താണോ എന്ന് ഞങ്ങൾ എന്റെ പച്ചക്കറി എന്താ പറയുന്നില്ലേ അവിടെ. ഞങ്ങൾക്ക് ഇതൊക്കെ മതി. ഓക്കെ, എവിടെ പോന്ന് തൂത്ത് തുടക്കട്ടെ. ഇക്കടക്ക് ഞാൻ പറഞ്ഞു ഇച്ചിരി സമയം കിടന്നോളാന്. ഉമ്മയ്ക്ക് ഈ ചൂലേ പറ്റത്തുള്ളൂ കണ്ട. പുള്ളിക്കാരത്തിക്ക് വേണ്ടി മേടിച്ചു വെച്ചിരിക്കുക. അതങ്ങ് തൂത്തോടാ, അതിനും തയ്ക്കാല്ലയോ. ഉമ്മയ്ക്ക് ഈ ചൂലല്ലാതെ പറ്റത്തില്ല. നമ്മുടെ ബ്രഷിന്റെ ചൂലൊന്നും പുള്ളിക്കാരത്തിക്ക് പറ്റത്തില്ല. അതിന് ഞങ്ങൾ സെപ്പറേറ്റ് വാങ്ങിക്കുന്നതാ ഈ ചൂല് കണ്ട, ഉമ്മയ്ക്ക് വേണ്ടി മാത്രം. എനിക്കൊന്നും അങ്ങനെ ഇത് പറ്റത്തില്ല എൻ്റെ ഉമ്മ, എൻ്റെ നടുവ് കഴിക്കും. അത് ഇച്ചിരി കുനിയണ്ടേ. മറ്റേ നമ്മുടെ ബ്രഷ് ചൂലാകുമ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല. അതൊക്കെ പെട്ടെന്ന് അതൊക്കെ എടുത്ത് കുടഞ്ഞിട്ട്. നമ്മൾ കുറച്ച് ദിവസം ഇല്ലായിരുന്നല്ലോ, അത് നമ്മൾ അടച്ചിട്ട് കഴിഞ്ഞാൽ പൂപ്പ് പിടിക്കുമല്ലോ. അടുക്കളയിലൊക്കെ ആകുമ്പോൾ എന്തായാലും നമ്മുടെ കബോർഡിൻ്റെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ പൂപ്പുണ്ടാകത്തില്ലേ. അപ്പോൾ അതിന് ഞാനൊരു സൊല്യൂഷൻ തയ്യാറാക്കിയതാണ്. ഇതിൻ്റെ അകത്ത് ഈ ജിഫിൻ്റെ പഴയൊരു അതിൻ്റെ അകത്ത് നാരങ്ങയുടെ തോടുണ്ടല്ലോ, അത് വേവിച്ച് നന്നായിട്ട് അടിച്ചിട്ട് അരിച്ചെടുത്ത് എന്നിട്ട് എത്ര പൂപ്പ് പിടിച്ച അഴുക്കും ഇതേണ്ട. വിനാഗിരി ഒരല്പം നമ്മുടെ എന്താ പറയുന്ന പാത്രം കഴുകുന്ന ലിക്വിഡ് ഉണ്ടല്ലോ, അത് എല്ലാം പുൽത്തൈലം എല്ലാം കൂടെ ഒഴിച്ചിട്ട് നല്ല മണവും വരും. ഇതെല്ലാം എന്താ ഇങ്ങനെ അങ്ങോട്ട് സ്പ്രേ ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് ഉമ്മക്കുട്ടി തൂക്കാൻ പോവുക, തുടയ്ക്കാൻ പോവുക എല്ലാത്തിലും. കാരണം നമ്മൾ ഒന്നിടവിട്ട ദിവസം ഇത് ചെയ്തില്ല എങ്കിൽ പൂപ്പ് വരും. ഈ നമ്മൾ കുറേ ദിവസമായില്ലേ ഇപ്പം നമ്മളില്ലായിരുന്നല്ലോ, അടച്ചിട്ടിരിക്കുമല്ലായിരുന്നു. എല്ലാം ഇപ്പം ഇങ്ങനെ അങ്ങോട്ട് അടിച്ച് കതകിനും വിനാഗിരി, ബേക്കിംഗ് സോഡ, നമ്മുടെ നാരങ്ങയുടെ തൊണ്ട് വേവിച്ച് അടിച്ചത് കേട്ടോ, അത് അരിച്ചെടുത്തതാണേ. ഇതിലിങ്ങനെ അങ്ങോട്ട് സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇത് തുടച്ചേച്ച് ഉമ്മയെ തറ തുടച്ചാൽ മതിയടാ, അപ്പോൾ എളുപ്പം അങ്ങ് ജോലി തീരുമല്ലോ. കണ്ടോ, ഇതെല്ലാം ഇത് വെച്ചിട്ട് നമുക്കിങ്ങനെ അടിച്ച് ഒന്ന് സ്പ്രേ ചെയ്ത് ഇല്ലടാ വരുന്നേ. ഇതാകുമ്പോൾ ഒന്ന് കുതിർന്ന് കിടക്കും, നമ്മളിങ്ങനെ അടിച്ച് റെഡിയാക്കി ഇട്ടാൽ കണ്ട. ഇനി ഇതങ്ങോട്ട് തുടച്ചെടുക്കുമ്പോഴല്ല പളുങ്ക് പോലെ ഇരിക്കും. നമ്മുടെ ആ സൊല്യൂഷൻ അങ്ങോട്ട് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഗ്ലാസിൻ്റെ അകവും പുറവും അങ്ങോട്ട് തുടച്ചാലുണ്ടല്ലോ, ആ വക്കിലൊന്നും കൈ കൊണ്ട് മുറിയരുത് കേട്ടോ, പതുക്കെ സൂക്ഷിച്ച് വേണേ. ആ ഗ്ലാസ് ഒന്ന് തുറന്നേച്ച് വേണേ നമുക്കൊരു അല്പം അടിച്ചു കൊടുക്കാടാ. ഓക്കെ,
ഓ രണ്ട് സ്വിച്ച് വിട്ടോ, സ്വിച്ച് രണ്ട് വിട്ടാ മതി. ഒന്നില് ചൂടുവെള്ളമാ നല്ലതായിട്ടിത്. നമ്മൾ ഈ നാരങ്ങ പിഴിഞ്ഞിട്ട് കളയുന്ന ചണ്ടി ഉണ്ടല്ലോ, അത് വേവിക്കണം. അത് വേവിച്ചിട്ട് അരിക്കണം. അരിച്ചിട്ട് നല്ലതായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അരിച്ചെടുത്താൽ മതി. അപ്പം എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് 1 സ്പൂണ് ബേക്കിംഗ് സോഡയും 1-2 സ്പൂണ് വിനാഗിരിയും ഒഴിച്ച് ഞാനൊരല്പം പുൽത്തൈലവും കൂടെ ഒഴിച്ച് നല്ല മണം വരാൻ വേണ്ടിയിട്ട്. നല്ല മണമില്ലോമേ. പച്ചക്കറപ്പൂരം ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, അതും പൊടിച്ചിട്ട്. അപ്പോൾ നല്ല ഈച്ചയും ഇതൊന്നും വരുത്തില്ല. അവിടെ നമ്മളങ്ങ് തുടച്ചാൽ മതി. നല്ല അടിപൊളി. ഞാൻ വരച്ച മരവാ ഇത്, കണ്ടോ. എൻ്റെ കൊലപാതകം വേണത് പകുതി അപ്പുറത്തായി പോയി. ഹൈവേക്ക് സ്ഥലമെടുത്തപ്പോൾ പകുതി ഉമ്മയുടെ ചിരി കണ്ടോ. ഹൈവേക്ക് സ്ഥലമെടുത്തപ്പോൾ പണ്ടാരം പിടിക്കാൻ അത് പകുതി ഇപ്പുറത്തും പകുതി അപ്പുറത്ത് പോയി. അതേടാ, ഇവിടെ മീൽ സേഫ് ഇരുന്ന സ്ഥലമില്ലേ, മീൽ സേഫ് വെക്കുമ്പോൾ അത്രയും സ്ഥലം കിട്ടുമല്ലേ. ഞാനപ്പോൾ നല്ല കൂളായിട്ട് അവിടെ വരച്ച് പകുതിയായിട്ടുള്ളൂ. കണ്ട ഈ പൂത്ത് നിൽക്കുന്ന അങ്ങോട്ട് ഓരോ ഇതിലാകുമ്പോഴത്തേക്ക് ഇത് പണിത്. അപ്പം പിന്നെ എന്ത് ചെയ്യാനാ, സൗദിക്ക് പോയി തിരിച്ച് വന്നപ്പോൾ പാത്രങ്ങൾ കൊണ്ടുവന്നിറക്കിയ പാത്രങ്ങൾ വെക്കാൻ സ്ഥലമില്ല. എനിക്ക് വയ്യ. കണ്ട അത്രയും പൊടിയും ഇതാണ് കണ്ട പൂത്ത്. ഇതെന്താ ഉമ്മ ഇങ്ങനെ അങ്ങ് പൂക്കുന്നത്? ചിലപ്പോൾ ഈ മഴക്കാലമായിട്ടായിരിക്കും അല്ലേ മോനേടാ. അതിനകവും കൂടെ ഒന്ന് തുടക്കണേ എങ്കിലേ. അതെ ഓക്കെ. തെന്നി വീഴല്ലേ, എവിടെയൊക്കെ വീണിട്ടുണ്ട്. ഓരോന്നോരോന്നും അങ്ങോട്ട് തുറന്നേച്ച് ഇച്ചിരിച്ച് അടിച്ച് ഇതേ സ്പ്രേ സ്പ്രേ പെയിൻ്ററാ ഞങ്ങളെ. ഇനിയിപ്പം മിക്കവാറും പിള്ളേർ അടുത്ത ആഴ്ചത്തേക്ക് ടിക്കറ്റ് എടുക്കാനുള്ള പ്ലാനൊക്കെയാ. അങ്ങനെയാണെങ്കിൽ അന്നേരവും ഇത് തന്നെ ആയിരിക്കും അവസ്ഥ. എന്നാലും ഞാൻ വിളിച്ച് പറയുമ്പോൾ ഉമ്മക്കുട്ടി ഒന്ന് വരണം കേട്ടോ. വന്ന് ഞാൻ പൊടിമോനെ വിളിച്ച് പറയും. അന്നേരം വന്ന് എല്ലാം തൂത്ത് തുടച്ച് 2 ആഴ്ചയിൽ ഒരു ദിവസം വന്നാൽ മതി. 2 ആഴ്ച കൂടുമ്പോൾ ദിവസം. ഇതെന്താടാ ഇവിടെ ഇങ്ങനെ? ഇതിൽ പുറത്തതായിരിക്കും. ഇല്ല അല്ല, അത് വേണേ ഇച്ചിരി കൂടെ അടിക്കാം. ഞാൻ വിളിച്ച് പറയുമ്പോൾ നീ പൊടിമോനെ എടുക്കാൻ ഞാൻ പറയാം. പൊടിമോനെ ഉമ്മയെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അതീ പിടിച്ചോണ്ടാട്ടോ, അല്ലെങ്കിൽ അങ്ങ് പൊടിമോൻ. പൊടിമോനെ ഇപ്രാവശ്യം കൂടുതലും പൊടിമോൻ വന്നേ. മറ്റവന് പണിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അലുമിനിയത്തിൻ്റെ. എന്നാലും അവൻ്റെ അടുക്കലും പറയും ഞാൻ. എന്നാലും പൊടിമോനൊന്നും കൂടെ ഒരു ഇതാ. കണ്ട നല്ല പളുങ്ക് പോലെ വെളുത്ത കണ്ട പളുങ്ക് പോലെ. അപ്പൊ ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി വെച്ചാലുണ്ടല്ലോ എളുപ്പം. നമ്മൾ പിഴിഞ്ഞിട്ട് കളയുന്ന നാരങ്ങയുടെ ചണ്ടി കളയാതിരുന്നാൽ മതിയേ. അടിപൊളിയായിട്ട് വെളുക്കും. കുടുംബവും വെളുക്കും. തട്ടുന്നോടി ഇടയ്ക്ക് പിന്നെ ഡയലോഗൊക്കെ കാച്ചുന്നുണ്ട് നമ്മുടെ ഉമാമഹേശ്വരി. അതിന്റെ വക്കിനൊന്നും കൊണ്ട് കൈപോവല്ലേ. അടിപൊളി. നല്ല മണവും ഉണ്ടില്ലയോ മേ. അതങ്ങ് അകത്തോട്ടം കയറ്റിയാൽ മതി. നിന്നിട്ട് ഡയലോഗ് അടിച്ചങ്ങ് തകർക്കുക. എനിക്ക് വയ്യ. സൊല്യൂഷൻ വെച്ചിട്ട് തുടച്ചതാണ് നമ്മുടെ കതക്. പൂപ്പ് പിടിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ ഈ മഴക്കാലമായതുകൊണ്ട് എങ്ങനെ തിളങ്ങുന്നെന്നൊന്ന് നോക്കിക്കേ. കണ്ടോ, ഇതാണ് അത് നമ്മുടെ നാരങ്ങാടെ തോട് കളയാതെ അത് അരിച്ചെടുത്തതിൻ്റെ അകത്തേക്ക് പിന്നെ നമ്മൾ വിനാഗിരിയെ, അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ, ഞാനൊരൽപ്പം നമ്മുടെ ഡിഷ് വാഷർ ഉണ്ടല്ലോ അത് ഒഴിച്ചിട്ട് ചെയ്തതാണ്. അടിപൊളി. എന്ത് വേണേലും ഞങ്ങൾ പറഞ്ഞേക്കാം.
അയ്യോ എനിക്ക് അല്ലല്ല വരത്തില്ല. എനിക്ക് അയ്യോ ഉമ്മക്കുട്ടിയുടെ കഥയൊന്നും പറയണ്ട. ഉമ്മാടൊക്കെ ചോദിക്കും ഉമ്മ കുളിക്കുവോ കുളിമുറിക്കത്തെ, പിന്നെ ഉമ്മ വേദിടണോ കുഴമ്പ് കൊണ്ടുവരട്ടെ. അയ്യോ അമ്മ ദേഹം തേക്കാൻ വരട്ടെ അമ്മ. നമ്മുടെ വെള്ളം തിളച്ച് മറിയും. എന്ത് മണമെന്നറിഞ്ഞോ, എന്തൊരു മണം സത്യം പറഞ്ഞാൽ ഈ വെള്ളം തിളയ്ക്കുമ്പോഴേ. ഓ നമ്മുടെ പാണലൊക്കെ അങ്ങോട്ട് തിളച്ച് മറിയുമ്പോ എന്ത് മണമില്ലയോ, നല്ല മണമില്ലേ. കണ്ട വെള്ളത്തിന്റെ കളറ് കണ്ട. അടുക്കള ഉണങ്ങിയല്ലോ ഉമ്മ, ആ ഫാനും ഓഫാക്കടാ. യാ മിടുക്കി കണ്ട. ജ്യൂസ് അടിക്കാൻ പോവാ ഞാൻ മാതളമാര്. കണ്ട കണ്ട പറ്റിയ ആഴ്ച കൊണ്ട് ഞങ്ങൾ ഇവിടെ മാറ്റിയെടുക്കുമല്ലോ അല്ലയോ. ഇതിനെ തിളപ്പിച്ച് അതിട്ട് അത് അതിനകത്ത് ഞാൻ കുറച്ചും കൂടെ പറിച്ചിട്ട് ഓരോ ദിവസം കഴിയുന്തോറും ഇതിന്റെ സത്തിറങ്ങുമല്ലേ. 2 ദിവസം എടുക്കും. ഈ ഇല നമ്മൾ വാരി കളയത്തില്ല കേട്ടോ, ഒന്ന് വാരി പിടിച്ചേച്ച് ബാക്കി ഇത് ഒന്നുകൂടെ കഴുകി ഇനി എടുത്തിട്ട് ഒരു തിളപ്പിക്കലും കൂടെ തിളപ്പിക്കും കേട്ടോ. നല്ല കളർ കണ്ട. കർക്കിടക മാസമാണ്, അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്തോ. ഇതിന് മാത്രമല്ല ഉമ്മ ഇതെടുത്തോണ്ട് പോടാ. നമ്മളിപ്പോൾ ഇവിടെ തുടച്ചില്ലയോ, അതിൽ നമ്മുടെ മീൻ കറി ഇവിടെ വെന്തു. അവിയൽ റെഡിയായി. ഇനി മെഴുക്കുവരട്ടിക്ക് റെഡിയാക്കുന്നതേ ഉള്ളൂ. നമ്മുടെ പപ്പാക്ക് 2 മാതള നാരങ്ങ ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊരൽപ്പം ഒന്ന് കട്ട് ചെയ്തിട്ട് സൈഡൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു തവി വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് തട്ടി കൊടുത്താൽ കംപ്ലീറ്റ് താഴെ വരും, നമ്മുടെ പാത്രത്തിലേക്ക് വീഴും. എന്നിട്ട് നമുക്ക് അതെടുത്ത് ജ്യൂസ് അടിച്ചാൽ മതി. ദാ ഒരൽപ്പം ഇങ്ങനെ ഒന്ന് ചെത്തി കളഞ്ഞിട്ട് വേണ്ട ഇച്ചിരി കുടിങ്ങോട്ട് നീക്ക്. ഒരു 3-4 കൊട്ടങ്ങോട്ട് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ അബുവിനെ കൊണ്ട് ഞാൻ തോറ്റ്. എന്നാ അബു ഇങ്ങനെ ഞാൻ ശരിയാക്കാം. അത് കൈ ഇതിങ്ങനെ പിടിച്ചാൽ മതി. അങ്ങനെ പിടിച്ചിട്ട് 4 വശവും തല്ല്. ഉമ്മയ്ക്ക് വീഡിയോ എടുക്കാൻ അറിയാമേ. പൊട്ടന്റെ ഞാനൊന്ന് കൊടുത്തപ്പോ അതൊന്ന് പൊട്ടന് വീഡിയോ എടുക്കാൻ അറിയാമേ. ഈ പൊട്ടനെ ഞാൻ എന്ത് ചെയ്യണം? എന്നാ എന്റെ പാത്രം തള്ളിപ്പൊട്ടിച്ച് കളയരുത്. ഇനി ഇതാണ്ടല്ലേ നമ്മൾ ഒരെണ്ണം തട്ടി ഇങ്ങനെ ഇട്ടതാണ്. അതിൻ്റെ തോട് കണ്ട ഒന്നും അതിൻ്റെ അകത്തിരിക്കത്തില്ല. ഇതും അതുപോലെ തന്നെ നമ്മൾ ഒരു തവിയോ കട്ടിയുള്ള എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് 4 വശം ഒന്ന് തട്ടി കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കുടയുമ്പോൾ തന്നെ കംപ്ലീറ്റ് ഇതിൻ്റെ അകത്തേക്ക് വീഴും കേട്ടോ. നമ്മളൊരു കൈ വെച്ച് പിടിച്ചേച്ച് ഈ ഇങ്ങനെയുള്ള കട്ടിയുള്ളൊരു തവിക്ക് നന്നായിട്ട് തട്ടി 4 വശവും ഇങ്ങനെ തട്ടണം. തട്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ആക്കുമ്പോൾ തന്നെ കംപ്ലീറ്റ് ഇതിൻ്റെ അകത്ത് വീഴും. ഇപ്പം ഞാൻ കാണിച്ചു തരാവേ. ഉമ്മയ്ക്ക് വീഡിയോ എടുക്കാൻ അറിയത്തില്ല, ഞാൻ കൈ കൊടുത്തിട്ട് പറ്റുന്നില്ല. ഇനി ട്രൈപോഡൊക്കെ എടുത്തുകൊണ്ട് വരണം. കണ്ടോ കംപ്ലീറ്റ് അതിൻ്റെ അകത്ത് വീണ കണ്ടോ. നമ്മളിങ്ങനെ 4 വശം ഒന്ന് തട്ടിക്കൊടുത്താൽ മാത്രം മതി. കണ്ടോ പെട്ടെന്ന് ഒരു ശകലം പോലും അതിൻ്റെ അകത്ത് ഇരിക്കത്തില്ല. കണ്ടോ ചെണ്ട് പോലെ വരും. എന്നിട്ട് നമ്മളിത് ഇങ്ങനെയൊക്കെ ഇതിൻ്റെ ഇത് വീഴുന്നത് അങ്ങ് പിറക്കി കളഞ്ഞാൽ മതി. കണ്ടോ ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. അഥവാ 1-2 എണ്ണം ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെയുള്ളത് പെറുക്കിയിട്ടിത് ജ്യൂസ് അടിച്ചങ്ങ് കൊടുത്താൽ മതി. അങ്ങനെ എല്ലാം ചെയ്തെടുക്കട്ടെ. സൂപ്പർ മണം മരുന്ന്. ഞങ്ങളുടെ ചക്ക പഴുത്തു. എന്റെ പൊന്നുമക്കൊക്കെ കൊണ്ട് കൊടുക്കാനാണേ. എന്റെ ഉമ്മക്കുട്ടി ഇപ്പൊ അരിഞ്ഞു തരും. ഞങ്ങളിത് വേവിച്ച് പിള്ളേർക്ക് പോകുമ്പോഴത്തേക്ക് കുമ്പളപ്പം അല്ലയോമേ, നമ്മള് കുമ്പളപ്പം ഒക്കെ അങ്ങോട്ട് ഉണ്ടാക്കി കൊണ്ടുപോകും. നോക്കാൻ എന്താ യോ എന്റെ കുഞ്ഞുങ്ങൾ അവിടെ കിടന്ന് കൊതി പിടിക്കുക സത്യം പറഞ്ഞാല്.
ചോള കുറവാടാ. അത് ആദ്യത്തതൊക്കെ പോയി 10, 30, 35 കിലോ ഒക്കെ ഉണ്ടായിരുന്നു ഒരെണ്ണോ മേളി നിന്നത്. അതെല്ലാം പോയി, വല്ലവരും ഒക്കെ കൊണ്ടുപോയി. ഓ, ഞാനോർത്ത് ഇവിടെ നമുക്ക് കുറച്ച് മതിയല്ലോ, ചെറുത് ഇവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞ വലുതൊക്കെ എല്ലാവർക്കും കൊടുത്തു. നല്ല പഴുത്ത വരിക്കച്ചക്ക എന്താ കണ്ട 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 കണ്ടോ? അതെ, ഇനി കാണിച്ചില്ലെന്നാരും പറയരുത്. എന്നെ കളിയാക്കുന്ന കണ്ടോടി. അങ്ങനെ വന്നടാ, ഇന്നലെ വാവും സിനിമ വന്നു. എന്താ അവിയല്, മീൻ, പച്ചക്കറി, ഞങ്ങളുടെ ഉമ്മയുടെ മാങ്ങ ഇട്ട പച്ചക്കറി, തക്കാളിക്കറി, മീൻ മുളക് ഇട്ടത്. എന്താ വല്ലവരും പിടിച്ചു കിട്ടുമോ ഇവിടെ? മാങ്ങ വെക്കട്ടെ അമ്മ, മാങ്ങ. പിന്നെ മാങ്ങ ഉണ്ടുണ്ട്, മാങ്ങ ഇഷ്ടം. അതെ, വേണ്ട പപ്പ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പടച്ചവനെ അനുഗ്രഹിച്ച്. കുട്ടാ വെള്ളവും കൂടെ, കഞ്ഞിവെള്ളം ഉണ്ടല്ലോ ചൂടോടെ. അത് മതി ചോറ്, മറ്റേത് പോയി എടുക്കടോ. ഓ വേണ്ട, ഞാനും ഇതിലെ കുറച്ച് കഴിക്കാമെന്ന് വിചാരിക്കും. നമ്മുടെ ചെല്ലക്കിളിയും കഴിക്കുക. കണ്ട ചെല്ലക്കിളി, ഇങ്ങോട്ട് നോക്കൂ ചെല്ലക്കിളി. നമ്മുടെ ഉമാ മഹേശ്വരി അമ്മ പോവുക. ടാറ്റാ. നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. അപ്പോൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള കുറ്റിപ്പാണൽ, വാദംകൊല്ലി, കരിനൊച്ചി, എരിക്ക് ഇതെല്ലാം പ്രയോജനപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.